സ്വർണ്ണത്തിൽ തന്നെ മറ്റു പലതരം ലോഹങ്ങൾ ആഡ് ചെയ്താണ് ഈ വൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ ഇങ്ങനെ കളറുള്ള പലതരം ഗോൾഡൻ ഓർണമെന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോ എനാമലും അത് പക്ഷെ എനാമൽ എനിക്ക് തോന്നുന്നു കളർ തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട ഒരു മാല എന്ന് പറയുന്നത് ഈ വൈറ്റ് ഗോൾഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു യൂത്തിന്റെ ഒരു ഇഷ്ടം മഞ്ഞപ്പില്ലാത്ത. അതെ അതെ, ഈ സ്വർണ്ണം എന്നുള്ളതിനപ്പുറത്തേക്ക് വൈറ്റ് ഗോൾഡ്, പ്ലാറ്റിനം അങ്ങനെയൊക്കെ പറയുന്നതാണ് തോന്നുന്നു പൊതുവെ ഇഷ്ടം കൂടുതലുണ്ട് ഉള്ളത് അല്ലേ? പക്ഷേ സ്വർണ്ണത്തിനപ്പം ഇങ്ങനെ യൂത്തിന് ഇഷ്ടമുള്ള കാര്യം പറയും. ഓരോരുത്തർക്ക് ഒരു സമയത്ത് സ്വർണ്ണത്തിന്റെ ട്രെൻഡ് മാറി വരുന്നു. ഇപ്പം സിംഗപ്പൂർ പാറ്റേൺസ് ആണെന്ന് തോന്നുന്നു എനിക്ക് വീണയ്ക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ്. പക്ഷെ ഇതുപോലെ തന്നെ ചെട്ടനാടുണ്ട്, ആന്റീക് ഉണ്ട്, പിന്നെ ട്രഡീഷണൽ ഉണ്ട്, ഇങ്ങനെ 1000 പാറ്റേണുകളുണ്ട്. അപ്പൊ ഇത്ര ഓരോ പാറ്റേണുകൾ ഉണ്ടാക്കുന്നതിനും പണിക്കൂലിയുണ്ട്. അതെ 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 അതെ. ഈ എനിക്ക് തോന്നുന്നു ട്രഡീഷണലിനും ആന്റിക്കിനും ഒക്കെ ഭയങ്കരമായിട്ട് പണിക്കൂലിയുള്ളതാണ്. അതേസമയം സിംഗപ്പൂർ ഓർണമെന്റ്സിന് പണിക്കൂലി കുറവാണെന്ന് പറയും. കാരണം മെഷീൻ കട്ടിനാണ് പിന്നെയും പണിക്കൂലി കുറവ്. സിംഗപ്പൂരിന് ശരിക്കും പണിക്കൂലി കൂടുതലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അതോ അവർ എന്താ ഇങ്ങനെ ഒരു പേരിട്ടിട്ട് പണിക്കൂലി കൂട്ടാനുള്ള മാർഗമാണ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ കൊത്തുപണി കൂടുന്തോറും അതിന്റെ പണിക്കൂലി കൂടുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും അതിനൊരു പേര് വരുമ്പോൾ ആന്റിക് പേര് വരുമ്പോൾ, ട്രഡീഷണൽ, അതെ ട്രഡീഷണൽ എന്നൊക്കെ ഒരു പേര് വരുമ്പോൾ അത് സ്വർണ്ണക്കടക്കാർക്ക് അമിതമായ പണിക്കൂലി ഈടാക്കാനുള്ള ഒരു മാർഗം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഒട്ടും മറച്ചു വയ്ക്കാനും ഇല്ലാത്തൊരു വസ്തുതയാണ്, എല്ലാവർക്കും അറിയാം അല്ലെ ഇത്തരം കാര്യങ്ങളൊക്കെ. അടുത്ത സെഗ്മെന്റ് ഉണ്ടല്ലോ, അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. നമസ്കാരം, ഫെങ് ഷുയിലേക്ക് സ്വാഗതം. ഫെങ് ഷുയിയെക്കുറിച്ചുള്ള സംശയങ്ങളും മറ്റും നിവാരണം ചെയ്യുവാൻ ഇന്ന് നമ്മോടൊപ്പം തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. ഇന്ന് വേറൊരു കത്താണ്. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളില്ലാത്ത അഗ്നിഹോത്രം കുബേരക്ഷേത്രത്തിൽ നടത്തുന്നു എന്നറിഞ്ഞു. അതെന്തിനു വേണ്ടിയാണ് നടത്തുന്നത്, അതെന്താണ്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമായിട്ടുള്ള ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രത്തെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പല ആഡുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ കണ്ടതിനുള്ള കത്തായിരിക്കാം. അതിനകത്ത് അഗ്നിഹോത്ര എന്ന് പറഞ്ഞൊരു യാഗം, അതായത് അഗ്നിഹോത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും അത് കേട്ടിട്ടുള്ള ഒരു ഇതാണ് അഗ്നിഹോത്രം. കേരളത്തിൽ വേറെ 1-2 ക്ഷേത്രങ്ങളിൽ അത് നടത്തിയിട്ടുണ്ട്. അത് എപ്പോഴും ഇല്ല, ഒരു സീസൺ ടൈമിൽ മാത്രമേ നടത്താറുള്ളൂ. അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം, കാരണം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന അഗ്നിഹോത്ര നമ്മുടെ ക്ഷേത്രത്തിൽ അത് നടത്തുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലുമാണ് അത് നടത്തുന്നത്. അത് നമുക്ക് തന്നെ അതിന് ഹോമം ചെയ്യാം. ഒരു 3 മിനിറ്റാണ് ഹോമത്തിൻ്റെ ദൈർഘ്യം. നമുക്കതിനിടയിൽ നമുക്ക് മെഡിറ്റേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് നമുക്കൊരു 1.5 മണിക്കൂർ നമുക്കതിനു വേണ്ടി അവിടെ ചിലവഴിക്കേണ്ടതായിട്ട് വരും. എന്തിനു വേണ്ടിയാണ് ഈ അഗ്നിഹോത്രം നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അഗ്നിഹോത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ പിരമിഡ് ടൈപ്പിലുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു ഹോമകുണ്ഡം, ഒരു 6 ഇഞ്ച് സ്ക്വയറായിട്ടുള്ള ചെറിയൊരു ഹോമകുണ്ഡത്തിനകത്ത് വെച്ചാണ് നമ്മൾ ഈ ഒരു ഹോമം ചെയ്യുന്നത്. ഇതിനകത്ത് ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യും ചാണകവറളി, നമ്മുടെ എഡ്ജ് പൊട്ടാത്ത അരി ഉണ്ടല്ലോ, അങ്ങനെയുള്ള അരിയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യും ചാണകവറളിയും നമ്മുടെ അരി, സാധാ അരിയും ഉപയോഗിച്ച് നമ്മളിത് ചെയ്യുന്നുണ്ട്. അതിൽ പച്ചക്കർപ്പൂരം ആണ് നമ്മളിത് കത്തിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പച്ചക്കർപ്പൂരം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആയുർവേദ മെഡിസിൻസിനെല്ലാം ചേർക്കുന്ന ഒരു ഔഷധ ഗുണമായിട്ടുള്ള ഒരു ഇതാണ് പച്ചക്കർപ്പൂരം. എല്ലാ അസുഖങ്ങൾക്കും അതൊരു നിവാരണം ചെയ്യുന്ന ഒരിതാണ് പച്ചക്കർപ്പൂരം. അപ്പം ഇത്രയും സാധനങ്ങളും കൂടെ വച്ചുകൊണ്ട് രാവിലെ സൂര്യ ഉദയത്തിനും അസ്തമയത്തിനുമാണ് നമ്മളിത് ചെയ്യേണ്ടത്. അല്ലാത്ത സമയങ്ങൾക്ക് നമുക്കിത് ചെയ്യാം. ഇതിൽ ഞായറാഴ്ചകളിൽ നമ്മൾ രാവിലെ 8 മണി മുതലാണ് ക്ഷേത്രത്തിൽ ഈ ഒരു ഹോമം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ചാണകവറളി നമുക്ക് ഇതിനകത്ത് ഈ ഹോമകുണ്ഡത്തിനകത്ത് വച്ചതിന് ശേഷം പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് കത്തിക്കുന്നു. കത്തിച്ചതിന് ശേഷം ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യിൽ പുരട്ടിയ അരി ഇതിനകത്തിട്ട് ഹോമിക്കുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ അഗ്നിഹോത്രയുടെ ഒരു ഇത്രയേ ചെയ്യുന്നുള്ളൂ നമ്മളതിനകത്ത്. പക്ഷേ ഇതിൻ്റെ ഈ എഫക്റ്റ് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റാണ്. സയൻറ്റിസ്റ്റുകൾ പോലും തെളിയിച്ചിട്ടുള്ളതാണത്. കാരണം ഈ അഗ്നിഹോത്ര നടക്കുന്ന ആ ടൈമിൽ ആ അഗ്നിഹോത്ര ചെയ്യുന്ന അവിടുന്ന് 50 മീറ്റർ ചുറ്റളവിൽ ഉള്ള എയർ പോലും പ്യൂരിഫൈ ചെയ്യുവാൻ, ശുദ്ധീകരിക്കുവാനുള്ള കഴിവാണ് അഗ്നിഹോത്രയ്ക്കകത്തുള്ളത്. കാരണം പല ആൾക്കാരും അത് തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഒത്തിരി അനുഭവങ്ങൾ അതിനകത്തുണ്ടായിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ഒരു വീട്ടിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ചെടികൾക്ക് പോലും
അതിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ അതിൻ്റെ എഫക്റ്റ് കായ്ഫലങ്ങളൊക്കെ നല്ല രീതിയിലായിട്ട് തരുന്നതായിട്ട് നമ്മളത് കണ്ടിട്ടുണ്ട്. 2, സ്കിൻ ഡിസീസ്, തൊലിപ്പുറത്തുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും ഈ അഗ്നിഹോത്ര കണ്ടിന്യൂസ് ആയിട്ട് 21 പ്രാവശ്യം നമ്മൾ ചെയ്യാൻ കഴിഞ്ഞാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ഈ ആൾക്കാർ പറയും ഈ വെള്ള കളർ വെള്ളപ്പാണ്ട് എന്നൊക്കെ പറയുന്ന സ്കിൻ ഡിസീസുണ്ട്, അതുവരെ മാറുവാനുള്ള ചാൻസ് ഇതിനകത്തുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ഈ അഗ്നിഹോത്ര ചെയ്തിട്ടുള്ള ആ ചാരം അല്പം നെയ്യിൽ ചാലിച്ചിട്ട് ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ, ആ അഗ്നിഹോത്ര ഭസ്മം നമ്മൾ ഉള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ ഉദര രോഗങ്ങൾ മാറുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ അഗ്നിഹോത്രം ചെയ്ത ആ ഭസ്മം കലക്കിയിട്ട് ചെടികളിലൊക്കെ തളിച്ചു കഴിഞ്ഞാൽ കൃമിശല്യങ്ങൾ, അത് കീടനാശിനി പോലെ നമുക്ക് ചെടികളിലൊക്കെ തളിച്ചു കഴിഞ്ഞാൽ അത് കീടനാശിനികളൊക്കെ നശിപ്പിക്കുവാനുള്ള പവറും വളരെ കൂടുതലാണ്. അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളതാണ് ഈ അഗ്നിഹോത്രം എന്ന് പറയുന്ന ഈ യാഗം. അത് നമ്മുടെ ക്ഷേത്രത്തിൽ അത് നടത്തുന്നുണ്ട്. അത് എല്ലാ ഞായറാഴ്ചകളിലുമാണ് നമ്മളത് ക്ഷേത്രത്തിൽ നടത്തുന്നത്. ഒരു 50 പേർക്ക് വരെ നമുക്കിപ്പോൾ അതിനകത്ത് ഒരേ ടൈമിൽ 50 പേർക്ക് വരെ ചെയ്യാൻ പറ്റും. പല ആൾക്കാർക്കും അതിനകത്ത് ഈ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നല്ല കുട്ടികളൊക്കെ അത് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കോൺസെൻട്രേഷൻ, നല്ല ബുദ്ധിശക്തി വരുവാനുള്ള ഇതും അതിനകത്ത് നമ്മളതിന് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം അനുഭവത്തിലൂടെയാണ്, അങ്ങനെ ഇതൊന്നും ബുക്കൊന്നും വായിച്ചിട്ടുള്ള ഇതൊന്നുമല്ല. ഇത് ചെയ്തുള്ള ഓരോരുത്തരുടെ വ്യത്യാസമാണ് നമ്മളിത്. കാരണം കഴിഞ്ഞ 13 വർഷമായി ഈ ഫീൽഡിൽ ഫെങ്ഷുയും ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അഗ്നിഹോത്രത്തിൻ്റെ ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്. അഗ്നിഹോത്രം പല വീടുകളിലും ഞങ്ങളിത് കൊടുക്കാറുണ്ട്, അവരത് അവിടെ അപ്ലൈ ചെയ്യാറുണ്ട്. അവിടുത്തെ വീട്ടിൻ്റെ വ്യത്യാസം അനുസരിച്ച് ആണ് ഇതിപ്പം പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുവാനുള്ള സൗകര്യാർത്ഥം നമ്മുടെ ക്ഷേത്രത്തിൽ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കാരണം പല വീടുകളിലും നമ്മളിത് ചെയ്യുമ്പോൾ അവരുടെ വ്യത്യാസം അത്രത്തോളം ഉണ്ട്. അവരുടെ വ്യത്യാസങ്ങൾ ഓരോരുത്തർക്ക് ഇപ്പം ഞാൻ നേരത്തെ അഗ്നിഹോത്രം ആ ഒരു ഇത് കൊടുത്തവരുടെയൊക്കെ വീടുകളിൽ അവരിപ്പം തോട്ടത്തിലൊക്കെ വെച്ച് അത് ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ചാലക്കുടിയിലൊരു വീട്ടിൽ കൊടുത്തപ്പോൾ അവർ ഡെയിലി രാവിലെ വീട്ടിനകത്ത് വെച്ച് ചെയ്യുന്നുണ്ട്, രണ്ടാമത് അവരുടെ തോട്ടത്തിൽ വെച്ച് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഈ ജാതിയാണ് കൃഷി കൂടുതൽ, നല്ല രീതിയിൽ കായ്ഫലം കൂടുതലായിട്ടുണ്ടാകുന്നു, കൃമിശല്യം കുറഞ്ഞു വരുന്നു എന്നൊക്കെയാണ് അവരുടെ ഇത്. കാരണം അതൊക്കെ അവരുടെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ്. അതാണ് അഗ്നിഹോത്ര. ഇതിനെ നമുക്ക് അഗ്നിഹോത്രത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോം അത് നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അസുഖങ്ങൾ മാറ്റിയെടുക്കുവാനും മനസ്സിന് നല്ല ധൈര്യം ഉണ്ടാക്കുവാനും നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ കിട്ടുവാനും കുട്ടികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്യുവാനും ഇതിനൊക്കെ വേണ്ടി മനസ്സമാധാനം, ചെറിയ ചെറിയ അസുഖങ്ങൾ, മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ വരെ മാറ്റിയെടുക്കുവാനുള്ള കഴിവ് ഈ അഗ്നിഹോത്രത്തിനകത്തുണ്ട്. അഗ്നിഹോത്രം വന്ന് ചെയ്യണം എന്ന താല്പര്യമുള്ളവർ നേരത്തെ ഒന്ന് വിളിച്ച് പറയണം. കാരണം ഞായറാഴ്ചകൾ 21 ചെയ്യണം. അത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഇതിൻ്റെ അഗ്നിഹോത്ര കിറ്റായിട്ട് അവിടെ നിന്ന് കിട്ടും, വാങ്ങിക്കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ അത് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായിട്ടത് അവിടെ അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് വേണ്ടി അതിനെ ഒരുക്കിത്തരും. ഞായറാഴ്ചകളിലാണ് ഇപ്പം ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് ഞായറാഴ്ച വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ, ക്ഷേത്രം ചൊവ്വയും വെള്ളിയും ഞായറാഴ്ചയും തുറക്കുന്നുണ്ട്. പിന്നെ മലയാള മാസം 1-ാം തീയതി തുറക്കുന്നുണ്ട്, ആയില്യത്തിനുണ്ട്. ഈ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് നല്ല സൗകര്യം ഉണ്ടാക്കിത്തരും. പിന്നെ ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് അസുഖങ്ങൾക്കും നമുക്ക് സുജോക്ക് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. സുജോക്ക് എന്ന് പറയുമ്പോൾ കൈയും കാലും എന്നേ അർത്ഥമുള്ളൂ. അത് ഒരുവിധപ്പെട്ട എല്ലാ എന്ത് അസുഖമുള്ള ആൾക്കാരും ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട്, അതായത് കാശ് വാങ്ങാതെയുള്ള ചികിത്സയാണ് ഞങ്ങളവിടെ ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ വന്നാൽ മാത്രം മതി. താൻ ബാധി ദൈവം ബാധി എന്നാണ് പഴഞ്ചൊല്ല്. അതേപോലെ നിങ്ങൾക്ക് വിശ്വാസപൂർവ്വം നിങ്ങളാ ട്രീറ്റ്മെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ 21 ദിവസമാണ് നമ്മളത് ചെയ്യേണ്ടത്. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളതൊരു വിശ്വാസപൂർവ്വം അർപ്പണ മനോഭാവത്തോടു കൂടി നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അസുഖമാണെങ്കിലും നമുക്കത് സുജോക്കിലൂടെ മാറ്റിയെടുക്കുവാനും പറ്റും. ഇതിനൊക്കെ വേണ്ടിയാണ് കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രം നമ്മളവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വെഞ്ഞാറമൂടിൽ നിന്ന് 1 കിലോമീറ്റർ അകത്ത് ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. അവിടെ വരണമെങ്കിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം വരിക. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് വിളിക്കുക. നമസ്കാരം.